ഹലോ ചങ്കുകളെ, നമസ്കാരം. മയിലക്കാടൻ ഫുഡ് ആൻഡ് ട്രാവലിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കബ്സയാണ്, ചിക്കൻ കബ്സ. എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹായ് ചങ്കുകളെ, അപ്പോൾ നമുക്ക് ചിക്കൻ കബ്സ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പം കുറച്ച് ചിക്കൻ ഒരു കുക്കറിൽ എടുക്കുക. അതിനുശേഷം നമ്മളിനി ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് പേസ്റ്റ് ആക്കണം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. 2 പീസ് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഒരു മുളക്. പിന്നീട് നമുക്ക് വേണ്ടത് കബ്സ മസാലയാണ്. കബ്സ മസാല കച്ചപ്പാണ്, തക്കാളി ടൊമാറ്റോ കച്ചപ്പ്. ആവശ്യത്തിന് കച്ചപ്പ്. നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത്. അപ്പോൾ ഇത്രയായിട്ട് നമുക്ക് മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കണ്ട, മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് പേസ്റ്റ് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അരി ഇത് വേവിക്കാനുള്ളത്, നമുക്ക് ചിക്കൻ പുഴുങ്ങാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇതിനകത്ത് തട്ടിയതിന് ശേഷം നമുക്കിത് നമ്മൾ അരി എടുത്ത ഇതാണ്. ഇതിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏത് അളവിനാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്ത് നമുക്ക് ഈ ചിക്കൻ പുഴുങ്ങാം. ഇരട്ടി വെള്ളത്തിൽ നിന്ന് നമ്മളിപ്പോൾ 3 ഗ്ലാസ് എടുത്തെങ്കിൽ 6 ഗ്ലാസ്സാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ 6 ഗ്ലാസ് വേണ്ട, 5.5 ഗ്ലാസ് മതിയാവും. കാര്യം നമുക്ക് ചിക്കന് പാകത്തിന് ഉപ്പിടാം. ഒരു ഉണക്കനാരങ്ങ, 3 പച്ചമുളക്, 3-4 ഏലക്ക. നമുക്ക് അടച്ച് ഒന്ന് ഒരു വിസിൽ അടിച്ചാൽ മതിയാകും. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനാണ്. ഒരു വിസിൽ അടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ അടിക്കണം, അടിച്ചതൊന്ന് റെഡിയായി വരട്ടെ. നമുക്ക് അരി 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് അരി നമ്മളൊരു 15 മിനിറ്റോളം കുതിർത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. 15 മിനിറ്റ് മതിയാകും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കറിൽ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് നമ്മൾ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരി 10-15 മിനിറ്റോളം കഴുകി വെച്ചിരുന്ന അരി അത് നമുക്ക് ഇതിലോട്ട് തട്ടി കൊടുക്കാം. നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തായിരുന്നു. അതിൽ നമ്മൾ 5 ഗ്ലാസ് ഇരട്ടി വെള്ളമല്ല, 5 ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്കിതിൽ ചിക്കൻ്റെ വെള്ളവും എല്ലാം കൂടി ഇതിൽ വരും. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. അവിടെ നമ്മൾ അങ്ങനെ അരി ഇട്ടിരിക്കുന്നു. അരി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കുക. ഇളക്കി ഉപ്പ് ഒരു അല്പം മുന്തി നിൽക്കണം. ഇനി ഇതൊന്ന് ഒരു തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫുള്ള് കുറച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തിളച്ചിട്ടുണ്ട് അരി. ഇനി നമുക്ക് ചെയ്യേണ്ടുള്ള ആവശ്യമുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ബാക്കി വേവിക്കാം. അപ്പോൾ നമുക്ക് തിളച്ചിട്ടുണ്ട്. തീ കുറയ്ക്കാം.
ചിക്കൻ കപ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കറക്റ്റ് പരുവമാണ്. നമ്മളിപ്പം വേറെ പ്രത്യേകിച്ച് നമുക്ക് എണ്ണയോ കാര്യങ്ങളോ നെയ്യോ ഒന്നും കാര്യമില്ല. എസൻസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കപ്സ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് എരി കുറവാണ്. ഇപ്പം ഒരു പച്ചമുളകും ഒരു ഉള്ളി പീസും നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ചങ്കുകളെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.